Hello everyone. Today we are dealing with derivative of vector. നമ്മൾ ഓൾറെഡി ഒരു വെക്ടറിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൊസിഷൻ വെക്ടർ പറഞ്ഞ സമയത്ത് പൊസിഷൻ വെക്ടറിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെലോസിറ്റി വെക്ടർ കിട്ടും. വെലോസിറ്റി വെക്ടറിനെ വീണ്ടും ഡെറിവേറ്റീവ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആക്സലറേഷൻ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു ജനറൽ വെക്ടറിൻ്റെ ഡെറിവേറ്റീവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു വെക്ടർ എ എന്ന് പറഞ്ഞൊരു വെക്ടറിനെ കൺസിഡർ ചെയ്യുന്നു വിച്ച് ഈസ് ഡിപ്പെൻഡ് ഓൺ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു വെക്ടർ എ എന്ന് പറഞ്ഞൊരു വെക്ടറിനെ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. A of t. A is a general vector, any vector which depends on time. Okay. അപ്പോൾ ആ ഒരു വെക്ടറിനെ ഞാൻ പിക്ചോറിക്കലി ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ A of t, this is A of t, this vector is A of t. നെക്സ്റ്റ് ഒരു ടൈം ഇൻ്റർവെല്ലിലെ t പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം ടിയിൽ നിന്ന് ടി പ്ലസ് ഡെൽറ്റ ടി ആയിട്ട് ഇൻ്റർവെൽ ചേഞ്ച് ചെയ്തപ്പോൾ ഈ ഒരു വെക്ടറിനും ചെറിയൊരു ചേഞ്ച് സംഭവിച്ചു. ദാറ്റ് ഈസ് എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി. എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഈസ് ദ വെക്ടർ വെൻ ദർ ഇസ് എ ടൈം ചേഞ്ച് ഫ്രം ടി ടു ടി പ്ലസ് ഡെൽറ്റ ടി. അപ്പോൾ അതാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. എ ഡെൽറ്റ ടി ടൈം കഴിഞ്ഞപ്പോൾ എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വെക്ടേഴ്സും തമ്മിലുള്ള ഡിഫറൻസിനെ നമുക്ക് ഡെൽറ്റ എ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഡെൽറ്റ എ ഈസ് ഈക്വൽ ടു എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എ ഓഫ് ടി. ആൻഡ് പിക്ചോറിക്കലി നമുക്കതിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇത് രണ്ടിൻ്റെയും ടെയിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. സോ ഈ ഒരു വെക്ടർ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ടൻ്റ് ആയിരിക്കും. ഡെൽറ്റ എനെ നമുക്ക് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നമ്മളിതിൻ്റെ ഡിഫറൻഷ്യൽ കണ്ടുപിടിക്കുക, ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ എന്നുള്ളതിൻ്റെ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ലിമിറ്റിംഗ് കേസാണ്. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആവുന്ന സമയത്ത് നമുക്കതിന് ഡെറിവേറ്റീവിൻ്റെ എക്സ്പ്രഷനാണ് വരുന്നത്. അപ്പോൾ ഡി എ ബൈ ഡി ടി എഴുതാം. ഈ ഡെൽറ്റ എനെ ഡി എ ബൈ ഡി ടി എഴുതാം. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു സീറോ എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എ ഓഫ് ടി ഡിവൈഡ് ബൈ ഡെൽറ്റ ടി. ഇത് ഒരു ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ്റെ ഒരു ഫംഗ്ഷൻ വിച്ച് ഈസ് സ്കെയിലർ ഓർ വെക്ടർ ഏതാണെങ്കിലും ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്ന ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇവിടെ ഈ ഒരു ഇക്വേഷൻ ഈ ഒരു ഫോമിലേക്ക് മാറുന്നത് വെൻ ഡെൽറ്റ ടി ടെൻസ് ടു സീറോ ആകുമ്പോൾ ഡെൽറ്റ എ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് വെക്ടറായിട്ട് മാറും. അപ്പോൾ ഈ ഒരു ഡി എ ബൈ ഡി ടി എന്ന് പറയുന്ന ദിസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ, ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഈ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡിഫറെൻറ്റ് ഇൻ ബിഹേവിയർ ഓഫ് എ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ അതേ ബിഹേവിയർ ആയിക്കൊള്ളണമെന്നില്ല. വിച്ച് ഇസ് ഗ്രേറ്റർ ഓർ സ്മോളർ. എ എന്ന് പറഞ്ഞ വെക്ടറിനേക്കാളും മാഗ്നിറ്റ്യൂഡ് ഗ്രേറ്ററോ അല്ലെങ്കിൽ ലോവറോ ഒക്കെ ആവാം. അതുപോലെ ഇതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും എനേക്കാളും. അപ്പോൾ ഇവിടെ ഒരു വെക്ടർ ആയതുകൊണ്ട് നമുക്കതിൻ്റെ ഡെറിവേറ്റീവിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവാം. അപ്പോൾ എ എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡോ ഡയറക്ഷനോ ചേഞ്ച് ആവാം അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ. വെക്ടറിൻ്റെ കേസിൽ ഇനി സ്കെയിലാറാണ് നമ്മുടെ ഫംഗ്ഷൻ എങ്കിൽ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ അല്ലേ. 2x എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫംഗ്ഷൻ ആണെങ്കിൽ അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ 2 ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ച് ഡയറക്ഷനൊന്നും ചേഞ്ച് ആവുന്നില്ല. അതിനെക്കുറിച്ചൊന്നും അതിൽ പറഞ്ഞു. പക്ഷേ ഇവിടെ ആണെങ്കിൽ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവും. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ആവുന്ന രണ്ട് കേസസും നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. ഓക്കെ,
സോ ഇവിടെ രണ്ട് കേസസ് പറയുന്നുണ്ട്, കേസ് 1 ആൻഡ് കേസ് 2. കേസ് 1 ഇതാണ് എ എന്ന് പറഞ്ഞ വെക്റ്റർ, അതിന് പാരലായിട്ട് തന്നെയാണ് ഡെൽറ്റ എയുടെ ഡയറക്ഷൻ വരുന്നത്. ഈ രണ്ട് വെക്റ്റേഴ്സ് തമ്മിലാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എക്ക് ചേഞ്ച് കൊണ്ടുവരുന്നത് ഡെൽറ്റ എ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചേഞ്ചസിനെ ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ എ. ഇതിൻ്റെ എന്താണ് ചേഞ്ച് ആയത്? മാഗ്നിറ്റ്യൂഡ്. എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ചായി, പക്ഷെ ഡയറക്ഷൻ ഒരിക്കലും ചേഞ്ച് ആയിട്ടില്ല. കാരണം ഡെൽറ്റ എ എന്ന് പറയുന്നത് വിച്ച് ഇസ് പാരലൽ ടു ഓർ ഇൻ ലൈൻ ടു വെക്റ്റർ എ. വെക്റ്റർ എക്ക് പാരലായിട്ടാണ് ചേഞ്ച് ഇൻ വെക്റ്റർ വന്നത്. സോ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വിൽ ചേഞ്ച് ആൻഡ് ദർ ഈസ് നോ ഡയറക്ഷൻ ചേഞ്ച്. അതാണ് ഫസ്റ്റ് കേസ്. ഞാൻ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവും എന്നുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു കേസാണ് ഇത്. സെക്കൻഡ് കേസിൽ ചേഞ്ച് വരുന്നത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്ന് വിചാരിക്കും. ഇതാണ് എ ഓഫ് ടി എന്ന് പറയുന്ന വെക്റ്റർ, അതിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഈ ഡെൽറ്റ എ വരുന്നതെങ്കിൽ ഇതാണ് ചേഞ്ച് ഇൻ വെക്റ്റർ. ഈ ചേഞ്ച് ഇൻ വെക്റ്റർ വരുന്നത് അടുത്ത ടൈം ഇൻ്റർവെല്ലിൽ വരുന്ന ചേഞ്ച് എത്രയാണ് ആ ഒരു ചേഞ്ച് എന്നുള്ളതാണ് ഈ ഡെൽറ്റ എ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ എ ഓഫ് ടി എന്ന് പറയുന്നത് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഡയറക്ഷൻ ചേഞ്ചായി, ഓൾറെഡി അതിന് ഇതായിരുന്നു ഡയറക്ഷൻ. ഈ ഡെൽറ്റ എ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനാണ് ചേഞ്ച് ആയത്. ഓക്കെ, എയുടെ ഡയറക്ഷൻ ചേഞ്ചായി ആൻഡ് ദർ ഈസ് നോ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച്. മാഗ്നിറ്റ്യൂഡ് വിൽ നോട്ട് ചേഞ്ച് ബട്ട് ഇറ്റ്സ് ഡയറക്ഷൻ ചേഞ്ചസ്. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു, പക്ഷെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ ഇതാണ് രണ്ട് കേസും വരുന്നത്. ഈ ഒരു രീതിക്കാണ് രണ്ട് ചേഞ്ചസും വരുന്നത്. ഇനി രണ്ട് ചേഞ്ചസും, അതായത് ഇപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതും അറ്റ് എ ടൈമിൽ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വേണമെങ്കിൽ ഒരു പിക്ചർ വരയ്ക്കാം. അപ്പോൾ അതിൽ നിന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ചെയ്തതും ഒറ്റ പിക്ചറിൽ വിഷ്വലൈസ് ചെയ്ത് കാണാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കൂടിയിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പിക്ചറിൽ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വെക്റ്റർ എ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വെക്റ്ററിൻ്റെ ചേഞ്ചാണ് ഡെൽറ്റ എ എന്ന് കൊണ്ട് ഈ ഒരു വെക്റ്റർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെക്റ്ററിന് ഡെൽറ്റ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ ഞാൻ റിസോൾവ് ചെയ്തിട്ട് ഡെൽറ്റ എ പാരലൽ ആൻഡ് ഡെൽറ്റ എ പെർപെൻഡിക്കുലർ കമ്പോണൻ്റായിട്ട് റിസോൾവ് ചെയ്തു. അപ്പോൾ ഡെൽറ്റ എ പാരലൽ ഈസ് പാരലൽ ടു എ and delta a perpendicular is perpendicular to the vector a. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഡി എ പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ഡി ടി. ഡി എ പെർപെൻഡിക്കുലർ ഡിവൈഡ് ബൈ ഡി എ പെർപെൻഡിക്കുലർ ബൈ ഡി ടി ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്. Perpendicular component will only changes its direction, not changes in magnitude. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ഷൻ മാത്രമേ ചേഞ്ച് ആവുള്ളൂ. ആൻഡ് പാരലൽ കമ്പോണൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ നോട്ട് ചേഞ്ച് ഇൻ ഡയറക്ഷൻ ബട്ട് ചേഞ്ചസ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു പിക്ചറിൽ നിന്ന് മനസ്സിലാകുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പിക്ചർ നോക്കാം. എ എന്ന് പറഞ്ഞ വെക്റ്റർ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ചേഞ്ച്. ഡെൽറ്റ എ എന്ന് പറഞ്ഞ പെർപെൻഡിക്കുലർ ആണ്, അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ചായി. ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. ആൻഡ് ഇതിന് നമുക്ക് എ പ്രൈം എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ് ചെയ്യാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടൈം ഇൻ്റർവെല്ലിൽ വീണ്ടും ഇതിനൊരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡെൽറ്റ എ ചേഞ്ച് റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വെക്ടറിനെ എ ഡബിൾ പ്രൈം എഴുതാം. ഇങ്ങനെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഡെൽറ്റ എ ചേഞ്ചസ് ഉണ്ടാകുമ്പോൾ എന്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ല. മാഗ്നിറ്റ്യൂഡ് മാറുന്നില്ലെങ്കിൽ ഇത് എന്തായിട്ട് മാറും? ഒരു സർക്കുലർ മോഷനായിട്ട് മാറും, അല്ലെങ്കിൽ സർക്കുലർ ആയിട്ടാണ് ഇതിൻ്റെ ഈ ഒരു വെക്ടർ മൂവ് ചെയ്യുന്നത്. സർക്കുലറായിട്ട്, കാരണം ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നില്ല, പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ആവുന്നു. പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് ഡെൽറ്റ എ വരുന്നതെങ്കിൽ ഇതൊരു സർക്കുലർ മോഷനായിട്ട് മാറും. അതായത് എ വെക്ടറും ഡി എ
ബൈ ഡി ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ വെക്ടറും പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു സർക്കുലർ ട്രജക്ടറിയാണ് ഇതിങ്ങനെ കവർ ചെയ്യുക. ഓക്കെ, മോഷൻ ഈസ് ഇപ്പോൾ ഈ വെക്ടറിൻ്റെ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ സർക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അതാണ് ഉദ്ദേശിച്ചത്. ഇനി പാരലലാണെങ്കിൽ, പാരലലി ആണ് ഡെൽറ്റ എ എങ്കിൽ എ വെക്ടർ, ദിസ് ഈസ് ഡെൽറ്റ എ വെക്ടർ ആൻഡ് therefore this is a prime. ഇതിൻ്റെ റിസൾട്ടൻ്റ് ആണ് എ പ്രൈം. അപ്പോൾ അതിലും ഒരു ഡെൽറ്റ എ ചേഞ്ച് ഉണ്ടെങ്കിൽ വിച്ച് ഈസ് എ ഡബിൾ പ്രൈം, അതിലൊരു ചേഞ്ച് ഡെൽറ്റ എ ചേഞ്ച് ഉണ്ടെങ്കിൽ വിച്ച് ഈസ് എ ട്രിപ്പിൾ പ്രൈം. അപ്പോൾ ഇതിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡാണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വെക്റ്റർ ഫോം ഇങ്ങനെ വരും. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള പോലെ വരും. ഇവിടെ ആണെങ്കിൽ ഒരു സർക്കിളിലാണ് ഇതിങ്ങനെ ചേഞ്ച് ആവുന്നത്. വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ അതിൻ്റെ ചേഞ്ചസ് വരുന്നത് ഡയറക്ഷനിൽ മാത്രമാണ്. ഇവിടെ ഡെറിവേറ്റീവും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചേഞ്ച് ആവുന്നത്. ഓക്കെ, ഇനി ഇത് വെച്ചിട്ട് നമുക്കൊരു സർക്കുലർ മോഷൻ്റെ ഇക്വേഷൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത ഒരു പ്രോബ്ലത്തിൻ്റെ പൊസിഷൻ വെക്ടറാണ്, ഒരു സർക്കുലർ മോഷൻ്റെ പൊസിഷൻ വെക്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പൊസിഷൻ വെക്ടർ തന്നെയാണ് നമ്മളിവിടെ സർക്കുലർ മോഷൻ്റെ പൊസിഷൻ വെക്ടറാണ് നമ്മളിവിടെ റെപ്രസെൻറ്റ് ആർ ഇസ് ഈക്വൽ ടു ആർ ഓഫ് ആർ ഇൻറ്റു കോസ് ഒമേഗ ടി ഐ ക്യാ പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വെക്ടർ കിട്ടാനായിട്ട് അതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. അതാണ് നമുക്ക് ഇങ്ങനെ കിട്ടും ആർ ഒമേഗ സൈൻ ഒമേഗ മൈനസ് സൈൻ ഒമേഗ ടി ഐ ക്യാ പ്ലസ് സൈൻ കോസ് ഒമേഗ ടി ജെ ക്യാ എന്ന് വരും. ഇനി നമുക്ക് ആർ ഡോട്ട് വി ജസ്റ്റ് രണ്ടൊന്ന് ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യണം. ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 ആണ് വരിക, 0. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? അപ്പോൾ ആർ എന്ന് പറയുന്നത് അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി വി ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടി ആണ് വെലോസിറ്റി വെക്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെക്റ്റർ ആർ എന്ന് പറയുന്ന ഒരു വെക്റ്ററും അതിൻ്റെ ഡെറിവേറ്റീവും തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തപ്പോൾ 0 വന്നു. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെക്റ്ററും അതിൻ്റെ ഡെറിവേറ്റീവും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ്, രണ്ടും തമ്മിൽ പെർപെൻഡിക്കുലർലി ആണ് അലൈൻ ചെയ്തിരിക്കുന്നതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ അത് ഞാനിവിടെ പിക്ചോറിക്കലി കാണിച്ചിട്ടുണ്ട്. ഒരു സർക്കുലർ മോഷൻ്റെ പൊസിഷൻ വെക്ടറാണ് ആർ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും അതിൻ്റെ വെലോസിറ്റി വെക്ടർ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഒരു വെക്ടറും അതിൻ്റെ ഡെറിവേറ്റീവും പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആവുള്ളൂ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, നേരത്തെ പറഞ്ഞ ആ ഒരു കേസ് തന്നെയാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് മാത്രമേ നടക്കുള്ളൂ? ആറ് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ ചെയ്യുള്ളൂ. അപ്പോൾ പൊസിഷൻ വെക്ടറിൻ്റെ മാഗ്നിറ്റ്യൂഡിനൊന്നും സംഭവിക്കില്ല, ഡയറക്ഷനാണ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് ടൈം വാരി ചെയ്തതിനനുസരിച്ച്. സോ ദി വെക്ടർ ആർ വിൽ റൊട്ടേറ്റ്, ആർ റൊട്ടേറ്റ്സ് അബൌട്ട് ദി ഒറിജിൻ. ഒരു ഒറിജിൻ ഇതാണ് ഒറിജിൻ വരിക. അപ്പോൾ ഈ ഒറിജിൻ അബൌട്ട് ചെയ്തിട്ട് ഈ പൊസിഷൻ വെക്ടറിനെ റൊട്ടേറ്റ് ചെയ്യും. ഓരോ പോയിന്റിലും അതിൻ്റെ വെലോസിറ്റി വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതൊന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കതിൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഇതിനെ ഒന്നുകൂടി ഡെറിവേറ്റീവ് എടുത്താൽ മതി, ഡി വി ബൈ ഡി ടി ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ്റെ എക്സ്പ്രഷൻ ഇങ്ങനെ വരും, മൈനസ് ഒമേഗ സ്ക്വയർ ആർ. ഇത് ഞാൻ ചെയ്യാത്തത് നമ്മൾ ഓൾറെഡി ഒരു എക്സാമ്പിളിൽ ചെയ്തതാണ്. അപ്പോൾ മൈനസ് ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും. ഇത് നമ്മൾ ചെയ്യുന്നത് എയുടെയും വിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. എയുടെയും വിയുടെയും ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ദാറ്റ് മീൻസ് വി ഡോട്ട് ഡി വി ബൈ ഡി ടി. അപ്പോൾ വിയും അതിൻ്റെ ഡെറിവേറ്റീവും തമ്മിലാണ് നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത്. നിങ്ങൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അത് 0 ആണ് വരിക. 0 ആണ് വരുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു വെക്ടറും അതിൻ്റെ ഡെറിവേറ്റീവും അഗെയിൻ
പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വെക്ടറും അതിൻ്റെ ഡെറിവേറ്റീവും പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണെങ്കിൽ ആ വെക്ടറിന് റൊട്ടേറ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെലോസിറ്റി വെക്ടറിന് എന്തൊരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും. ദർ ഇസ് നോ ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ്. സോ ദാറ്റ് വെലോസിറ്റി വെക്ടർ ഹാസ് എ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വെലോസിറ്റി വെക്ടറിൻ്റെ റൊട്ടേഷനെയാണ് ഞാനിവിടെ വരച്ചിരുന്നത്. സർക്കുലർ മോഷനായിട്ടാണ് വരിക. ഓരോ പോയിന്റിലും വെലോസിറ്റി വെക്ടർ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡിൽ എന്ത് ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഓരോ പോയിന്റിലും അതിന് വെലോസിറ്റി വെക്ടർ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി വെക്ടറിൻ്റെ റൊട്ടേഷനാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടിക്കിളാണ് ഈ ഒരു സർക്കുലർ മോഷനിലുള്ളതെങ്കിൽ, ഈ ഒരു പാർട്ടിക്കിളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഓരോ പോയിന്റിൽ ട്രജക്ടറിയിൽ ഓരോ പോയിന്റിലും ഒരു കംപ്ലീറ്റ് സൈക്കിൾ റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ ഇതെന്ത് ചെയ്യും, വെലോസിറ്റിയും അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവും, റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒരു കംപ്ലീറ്റ് ട്രജക്ടറി, ഒരു കംപ്ലീറ്റ് സർക്കിൾ അത് കവർ ചെയ്യുന്ന അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ വെലോസിറ്റിയും ഒരു സർക്കിൾ മൊത്തമായിട്ട് അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആയിട്ടുണ്ടാവും. ഓക്കെ വെൻ എ ഈസ് എ കോൺസ്റ്റൻറ്റ്, എ ഓഫ് ടി നമ്മൾ കൺസിഡർ ചെയ്ത വെക്റ്റർ ഒരു കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡാണ് അതിനുള്ളതെന്ന് വിചാരിക്കുക. ലെറ്റസ് ടേക്ക് ഇറ്റ് ആസ് എ ആണ് ഈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് വിചാരിക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡി എ ബൈ ഡി ടിനെ ഒരു റൊട്ടേറ്റിംഗ് വെക്ടറായിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാണ് എ എന്ന് പറഞ്ഞ വെക്റ്റർ. എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആവുന്നുള്ളൂ ടൈമിനനുസരിച്ച്. എ എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എ ബൈ ഡി ടി എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. ഡി എ ബൈ ഡി ടി കണ്ടുപിടിക്കാനായിട്ട് ബാക്കി കാര്യം നോക്കാം. ഡി എ ബൈ ഡി ടി എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ഡി എ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി എ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എ അല്ലേ. ലിമിറ്റിംഗ് കേസിലാണ് ഈ ഡെൽറ്റ എ എന്ന് പറയുന്നത് ഡി എ ബൈ ഡി ടി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ടാണ് ഡി എ ബൈ ഡി ടിനെ എക്സ്പ്രസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡെൽറ്റ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഡെൽറ്റ തീറ്റയിലുള്ള ചേഞ്ചാണ് ഇവിടെ എ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അതായത് ഈ ഒരു വെക്റ്റർ നെക്സ്റ്റ് ഈ വെക്റ്ററിലേക്ക് ചേഞ്ച് ചെയ്തത് ഡെൽറ്റ എ എന്ന് പറഞ്ഞ ചേഞ്ച് സംഭവിച്ചപ്പോഴാണ്. ആ ഡെൽറ്റ എ പറഞ്ഞ ചേഞ്ച് സംഭവിക്കുന്നത് നമ്മൾ തീറ്റ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ഡെൽറ്റ തീറ്റ ചേഞ്ച് സംഭവിച്ചപ്പോഴാണ് ഈ ഒരു വെക്റ്റർ ഇതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്. ഡെൽറ്റ തീറ്റ ചേഞ്ച് ചെയ്തപ്പോഴാണ് ഈ ഒരു വെക്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ തീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു തീറ്റനെ നമുക്ക് ഇതിനെ ഒരു വലിയ സർക്കിളിൻ്റെ ചെറിയൊരു ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. കാരണം ഇത് റൊട്ടേറ്റ് ചെയ്യുകയാണല്ലോ, ഈ വെക്ടർ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആർക്ക് ലെങ്ത് ആയിട്ട് എടുക്കാം. ആർക്ക് ലെങ്ത് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ എ ഇസ് ദ ആർക്ക് ലെങ്ത് ആൻഡ് എ ഇസ് ദ റേഡിയസ്. എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് വാല്യൂ ആയതുകൊണ്ട് നമുക്ക് എ എന്ന് പറയുന്നതിന് മാഗ്നിറ്റ്യൂഡ് റേഡിയസ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ തീറ്റ ആംഗിൾ ഇസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് പറഞ്ഞ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഡെൽറ്റ എ ബൈ എ എന്ന് വരും. therefore ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ തീറ്റ. അപ്പോൾ ഈ ഡെൽറ്റ എ എന്ന് പറയുന്ന ആ ചേഞ്ച് ഡെൽറ്റ തീറ്റയിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഫോർമുലയാണിത്, എക്സ്പ്രഷനാണിത്, എ ഇൻറ്റു ഡെൽറ്റ തീറ്റ. ഇതൊന്ന് ക്ലിയർ ആയോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വെക്ടറിന് എ എന്ന് പറയുന്ന വെക്ടറിന് വിച്ച് ഹാസ് എ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ്, എ എന്ന് പറയുന്ന വെക്ടറിന് ഒരു ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ ടൈം ഇൻ്റർവെൽ കഴിഞ്ഞപ്പോൾ ടി ഇന്ന് ടി പ്ലസ് ഡെൽറ്റ ടി എന്ന് പറഞ്ഞ ടൈം ഇൻ്റർവെല്ലിലേക്ക് ചേഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. ഈ ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് ഈ വെക്ടർ ഈ ഒരു ഡോട്ടഡിലായിട്ട് വരച്ചിരിക്കുന്ന ഈ ഒരു വെക്ടറായിട്ട് മാറി അല്ലേ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തത് ഞാൻ പറയുന്നത് അതിൻ്റെ ആംഗിൾ ഓൾറെഡി എന്തായിരുന്നു അതിൻ്റെ ആംഗിൾ
ഏതൊരു ആംഗിളിലാണോ അത് അലൈൻ ചെയ്തിരുന്നത് എ എന്ന് പറഞ്ഞ വെക്റ്റർ, അതിൽ നിന്ന് ഡെൽറ്റ തീറ്റ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡയറക്ഷൻ. ഇതാണ് ചേഞ്ച് ചെയ്ത മാഗ്നിറ്റ്യൂഡ്. ഡെൽറ്റ എ ആണ് ചേഞ്ച് ചെയ്ത മാഗ്നിറ്റ്യൂഡ്. ചേഞ്ച് ചെയ്ത വെക്റ്റർ ഡെൽറ്റ എ ആണ്. അപ്പോൾ ഈ ഡെൽറ്റ എയും ഡെൽറ്റ തീറ്റയും തമ്മിലൊരു എക്സ്പ്രഷൻ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ എ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് പറഞ്ഞ എക്സ്പ്രഷനിലേക്ക് വന്നു. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡി എ ബൈ ഡി ടിയുടെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഡി എ ബൈ ഡി ടി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി. ഈ ഒരു എക്സ്പ്രഷന് ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡെൽറ്റ തീറ്റ അതിനെ ഡിവൈഡ് ചെയ്തു. ഇത് ഓൾറെഡി ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. എ എന്ന് പറയുമ്പോൾ സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്, കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയതുകൊണ്ട് എ ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണ്. സോ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എ ഇൻറ്റു ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്ന് വരും. ഇനി നമ്മൾ ലിമിറ്റിംഗ് കേസ് എടുക്കാം. അപ്പോൾ ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡി എ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. ഈ ഡെൽറ്റ തീറ്റ ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി തീറ്റ ബൈ ഡി ടി എന്ന് വരും. ഇവിടെ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്നുള്ളത് ഡി എ ബൈ ഡി ടി എന്നായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുന്നതിന് നമുക്ക് പറയാം ആംഗുലർ വെലോസിറ്റി ഓഫ് എ. എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ ആംഗുലർ വെലോസിറ്റിയാണ് ഡി തീറ്റ ബൈ ഡി ടി. ഈ എ എന്ന് പറയുന്ന വെക്റ്ററിൻ്റെ വെലോസിറ്റി എന്തായിരുന്നു? ഡി എ ബൈ ഡി ടി ആയിരുന്നു അല്ലേ. ഇപ്പോൾ ഡി എ ബൈ ഡി ടി മീൻസ് ഡി എ ബൈ ഡി ടി എന്ന് അതിൻ്റെ വെലോസിറ്റി വെക്റ്റർ. പക്ഷെ ഇതിൻ്റെ ആംഗിൾ ചേഞ്ച് ആണ് നമ്മളിവിടെ കാണിക്കുന്നത്, അതുകൊണ്ട് അത് ആംഗുലർ വെലോസിറ്റി ആയിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഡി തീറ്റ ബൈ ഡി ടി ഈസ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് എ വെക്റ്റർ എ. അപ്പോൾ ഇതാണ് ഡെൽറ്റ എയും ഡി എ ബൈ ഡി ടിയും ഡി തീറ്റ ബൈ ഡി ടിയും തമ്മിലെ റിലേഷൻ ഇതാണ്. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ ആംഗിളിലുള്ള ചേഞ്ചിനെ കാണിക്കുന്നത്, അതും ഈ ഒരു ചേഞ്ച് ഇൻ വെക്റ്റർ ഡെൽറ്റ എ എന്ന് പറയുന്ന നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത ആ ഒരു ചേഞ്ചും തമ്മിലുള്ള റിലേഷൻ ഇതാണ് എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ റൊട്ടേറ്റിംഗ് മോഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റേഡിയസ് വെക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഓർ പൊസിഷൻ വെക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എ ആർ ഇസ് ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് ഒമേഗ ടി ഐ ക്യാപ് പ്ലസ് സൈൻ ഒമേഗ ടി ജെ ക്യാപ്. ആ ഒരു ഇക്വേഷൻ അതിലെ ആറാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇവിടെ എ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആറായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആറായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ആ ഒരു എക്സ്പ്രഷൻ തീറ്റ എന്ന് പറയുമ്പോൾ ഒമേഗ ടി ആണെന്ന് അറിയാം. അപ്പോൾ തീറ്റ ഇസ് ഈക്വൽ ടു ഒമേഗ ടി ആണ്. നമ്മളിവിടെ പറയുന്ന തീറ്റ ഈ ഒരു എക്സ്പ്രഷനിൽ ഒമേഗ ടി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതേ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഒരു വെക്റ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡി എ ബൈ ഡി ടി ചേഞ്ച് ഇൻ വെക്റ്റർ വിത്ത് റെസ്പെക്ട് ടു ടി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ദെർഫോർ ഇവിടെ നമുക്ക് ഡി ആർ ബൈ ഡി ടിനെ ആർ ഇൻറ്റു അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആർ ഇൻറ്റു ഡി ഒമേഗ ടി ബൈ ഡി ടി. ഇവിടെ ഒമേഗ ടി എന്ന് പറയുന്നത് തീറ്റയാണ്, അതുകൊണ്ടാണ് ഇവിടെ ഡി ഓഫ് ഒമേഗ ടി ബൈ ഡി ടി എന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർ ഒമേഗ എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ആർ ഒമേഗ എന്ന് പറയുന്നത് എന്താ? ഡി ആർ ബൈ ഡി ടി എന്ന് പറയുമ്പോൾ വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആർ ഒമേഗ എന്ന് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഡെൽറ്റ എൻ്റെ ചേഞ്ച് ഡെൽറ്റ എ എന്ന് പറയുമ്പോൾ അതിന് ജനറലായിട്ട് നമുക്കൊരു എക്സ്പ്രഷൻ കൊണ്ടുവരികയാണെങ്കിൽ ഡെൽറ്റ എ ചേഞ്ച് എയിലുള്ള ചേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ പ്ലസ് ചേഞ്ച് ഇൻ മാഗ്നിറ്റ്യൂഡ് അല്ലേ. അപ്പോൾ ഈ ചേഞ്ച് ഇൻ ഡയറക്ഷൻ വരുന്നത് ഡെൽറ്റ എ കമ്പോണൻ്റ് ആണ്. ഡെൽറ്റ എ പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആണ്, അതുപോലെ പാരലൽ കമ്പോണൻ്റ് ആണ് മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡെൽറ്റ എ പെർപെൻഡിക്കുലറിനും ഡെൽറ്റ എ പാരലലിനും ഒരു എക്സ്പ്രഷൻ കൊണ്ടുവരികയാണ് ഇൻ ടേംസ് ഓഫ് ടി തീറ്റ ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ചെറിയൊരു ആംഗിൾ ചേഞ്ച് ആണ് ഉണ്ടാവുന്നതെങ്കിൽ ഡെൽറ്റ തീറ്റ വെരി സ്മോൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ഡെൽറ്റ എ പെർപെൻഡിക്കുലറിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് എഴുതാം. അതായത് ഈ ഒരു എക്സ്പ്രഷനാണ് വരുന്നത് ഡെൽറ്റ എ പെർപെൻഡിക്കുലർ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഡയറക്ഷൻ മാത്രമാണ് ചേഞ്ച് ആയിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഡെൽറ്റ എ പെർപെൻഡിക്കുലർ ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷൻ അങ്ങ് എഴുതാം. എ ഇൻറ്റു
ഡെൽറ്റ തീറ്റ എന്ന് വരും. ഓക്കെ, ഓർ നമുക്കത് സൈൻ കമ്പോണൻ്റ് എടുക്കുകയാണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയതുകൊണ്ട് സൈൻ തീറ്റ ടേമാണ് വരിക. സൈൻ തീറ്റ വരെ സ്മോൾ ആണെങ്കിൽ നമുക്കതിൻ്റെ ആ ഒരു എ ഇൻറ്റു ഡെൽറ്റ തീറ്റ വെരി സ്മോൾ ആയിട്ട് സൈൻ ഡെൽറ്റ തീറ്റ ഈസ് ഡെൽറ്റ തീറ്റ എന്ന് വരും. അങ്ങനെ നമുക്ക് എക്സ്പ്രഷൻ കൊണ്ടുവരാം എ ഇൻറ്റു ഡെൽറ്റ തീറ്റ എന്ന് വരും. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡി എ ബൈ ഡി ടി എന്ത് വരും? ഡി എ പെർപെൻഡിക്കുലർ ബൈ ഡി ടി ഈസ് എ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഓക്കെ, ഇനി പാരലൽ കമ്പോണൻറ്റ് ഡെൽറ്റ എ പാരലൽ, ഇത് ഡെൽറ്റ എ തന്നെ വരും. കാരണം ദർ ഇസ് നോ ചേഞ്ച് ഇൻ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും സംഭവിക്കാത്തത് കൊണ്ട് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ചേഞ്ച് ആവുള്ളൂ. മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ഡെൽറ്റ എ ആണ്. അപ്പോൾ ഡെൽറ്റ എ പാരലൽ ഈസ് ഡെൽറ്റ എ എന്ന് തന്നെ വരും. ഇത് വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോസ് കമ്പോണൻ്റ് ആണ് വരിക. കോസ് ഡെൽറ്റ തീറ്റ വരും. കോസ് ഡെൽറ്റ തീറ്റ ഡെൽറ്റ എ കോസ് ഡെൽറ്റ തീറ്റ വരും. ഇപ്പോൾ ഡെൽറ്റ തീറ്റ വെരി സ്മോൾ ആയതുകൊണ്ട് നമുക്ക് കോസ് ഡെൽറ്റ തീറ്റനെ 1 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ എ എന്ന് വരും. അപ്പോൾ ഡി എ പാരലൽ ബൈ ഡി ടി ഇസ് ഡി എ ബൈ ഡി ടി എന്ന്. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഷൻ കൺക്ലൂഡ് ചെയ്യാം. ഈ ഒരു നമ്മൾ നേരത്തെ ഓൾറെഡി സ്കെയിലർ ഫംഗ്ഷനിൽ പഠിച്ചിട്ടുള്ള ഐഡൻറ്റിറ്റീസിനെ ഒന്ന് എക്സ്പ്രഷൻ നോക്കിയിട്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം. അപ്പോൾ ഡി ഇൻറ്റു സി എ എന്ന് പറയുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സി എ എന്ന് പറയുമ്പോൾ ഡി സി ബൈ ഡി ടി ഇൻറ്റു എ വെക്ടർ പ്ലസ് സി ഇൻറ്റു ഡി എ ബൈ ഡി ടി. സി എന്ന് പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ആവാം, സ്കെയിലർ ഫംഗ്ഷൻ ആവാം. അപ്പോൾ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു d by dt of a dot b plus a dot db by dt, and d by dt of a cross b is dA by dt cross b plus a cross db by dt. If a is equal to b in this expression, d by dt of a square is equal to a dot n will a square will 2a dot dA by dt. Check it out. Check you. If that നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. If dA by dt is perpendicular to a, then a has no change in magnitude, only change in direction occurs. Okay.